ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ലാമ. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഐറ്റംസ് ആണ് കേട്ടോ. അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ച് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ചൂടാക്കി എടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഫ്രഞ്ച് ഫ്രൈസ് പുറത്തേക്ക് ഫ്രീസിലാണെങ്കിൽ പുറത്തേക്ക് എടുത്ത് വെച്ച് ഒരു 5 മിനിറ്റ് പുറത്തേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം, ഡീപ്പായിട്ടൊന്ന് ചൂടാക്കാം. അടുത്തതായിട്ട് നമ്മുടെ നന്നായിട്ട് ചൂടായ ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായി ഒരു പാത്രത്തിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് ചെറിയ ചെറിയ ചിക്കൻ പീസുകൾ ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല, വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് കളയണം കേട്ടോ. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പെപ്പർ പൗഡർ, ഉപ്പ് ഇവയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ സാൾട്ട്, ഒരു ലെമൺ നീരും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യം നോക്കിയിട്ട് ഉപ്പൊക്കെ നിങ്ങൾ വീണ്ടും ആഡ് ചെയ്യണം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. കുറച്ച് വിനാഗിരിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അത് ചെറുതായിട്ടൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി ലെമൺ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് മതി. സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മൈദ ചേർക്കണം. സോയാ സോസ് ഉണ്ടെങ്കിൽ ഇതിൽ ആഡ് ചെയ്യുന്നതാണ്, ഓപ്ഷനിലാണ്. ഇവിടെ ഉണ്ടായിട്ടില്ല, അതാണ് ഞാൻ ആഡ്. അതിനുശേഷം ഇവയെല്ലാം നന്നായിട്ട് കൈയിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഈ പൊടികളെല്ലാം ചിക്കനിൽ നന്നായിട്ട് കോട്ട് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം ഒരു പാൻ ചൂടാക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക. കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്യാം. ഒറ്റ ട്രിപ്പ് തന്നെ മുഴുവൻ ഇടാതെ കുറച്ച് കുറച്ച് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. കുറച്ചൊരു ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ കോരി മാറ്റാം. അടുത്തതായിട്ട് വൈറ്റ് സോസാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനായിട്ടൊരു പാൻ ചൂടാക്കി കുറച്ച് എണ്ണ ഒഴിക്കുക. നെക്സ്റ്റ് വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കുക. ഫ്ലെയിം നല്ലോണം കുറച്ചതിന് ശേഷം നന്നായിട്ട് ഇത് ഇളക്കണം. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലോണം ഒന്ന് ഇളക്കി മൈദൻ്റെ ആ ഒരു ടേസ്റ്റ് മാറുന്ന വരെ കുറച്ച് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 1-2 മിനിറ്റ് ഇത് നന്നായിട്ട് ഇളക്കി കട്ടകളൊക്കെ ഉടഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പാല് ആഡ് ചെയ്യുക. പാലിൽ കുറച്ച് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്, എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. കുറച്ച് പാല് ഞാൻ പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. അഥവാ ഇത് നന്നായിട്ട് കുറുകി വന്നാൽ ഒന്നും കൂടി ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നന്നായിട്ട് ഇത് തിക്കാവരുത്, ഒരു മീഡിയം ലെവലിൽ കുറച്ച് ലൂസാവണം, നന്നായിട്ട് തിക്കാവാൻ പാടില്ല. ബാറ്റർ ഒന്ന് റെഡി ആയതിനു ശേഷം ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മൾ വൈറ്റ് സോസ് റെഡി ആയതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റാവുന്നതാണ്. കുറച്ച് സോൾട്ട് ഇതിൽ ആഡ് ചെയ്യാം, കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി, ഓവർ ആവരുത്. നമ്മുടെ സോസാണിത്. അപ്പോൾ റെഡി ആയി നമ്മുടെ വൈറ്റ് സോസിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്യാം. പിന്നെ മയോണൈസും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഇവിടെ മയോണൈസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. മയോണൈസും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം ഇത് സെർവ് ചെയ്യുന്നത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് രീതിയിലാണ്. അതായത് എന്തെങ്കിലും ഒരു പോട്ടിലാണ്. ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളത് ചട്ടീൻ്റെ ഒരു മൂടി വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് കടയിൽ നിന്ന് നമുക്ക് അവർ തരുന്നത് ഒരു പോട്ടിലാണ് ഇത് തരുന്നത്. വൈറ്റ് സോസ് ഈ മൂടിയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. അതിന് ശേഷമാണ് നമ്മളിതിൽ ബാക്കി സ്റ്റെപ്പായിട്ടാണ് നമ്മളിതിൻ്റെ ബാക്കി സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്.
അടുത്തായിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഈ മൂടിയിലേക്ക് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം അതിന് മുകളിലായിട്ടാണ് ഞാൻ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഓരോന്ന് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ഓരോ ലെയേഴ്സ് ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ക്യാപ്സിക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ആഡ് ചെയ്യുന്നതാണ്. യെല്ലോ, ഗ്രീന്, റെഡ് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കളേഴ്സ് ആകുമ്പോൾ ഒന്നും കൂടി ഒരു ഭംഗിയാവും കാണാൻ. അങ്ങനെ ഓരോ ലെയേഴ്സായിട്ട് 2 ലെയേഴ്സായിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടു, പിന്നെ നമ്മൾ വറുത്ത് വെച്ച് ചിക്കൻ ഇട്ട് സോസ് ഒഴിച്ച് കൊടുത്ത്, അടുത്തത് വീണ്ടും ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് ചിക്കൻ ഇട്ട് സോസ് ഒഴിച്ച് കൊടുത്ത്, ലാസ്റ്റ് അങ്ങനെ 2 ലെയേഴ്സായിട്ടാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ലാസ്റ്റ് വന്നിട്ടുള്ള വൈറ്റ് സോസ് നമ്മൾ റെഡിയാക്കിയ സോസ് ഇതിൻ്റെ മുകളിൽ ഒന്നിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത്, ബാക്കി ബാലൻസ് ഉള്ള സോസ് ഇതിന് മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇങ്ങനെ ലെയേഴ്സ് ആക്കിയതിന് ശേഷം നമ്മൾ ചീസ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കണം. 2 ചീസേ ഇവിടെ ഉള്ളൂ. ഇത് മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ ചീസ് ഇട്ട് കൊടുക്കണം. മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഒന്നും കൂടെ അടിപൊളിയാവും. അടുത്ത് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. ഇത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ചട്ടീൻ്റെ ഈ മൂടി ഞാൻ ആ പാത്രത്തിൻ്റെ അകത്ത് ഇറക്കി വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിന് മേലെ ഇറക്കി വെച്ച് മൂടി കൊടുത്തു. അങ്ങനെ ഫൈനലി നമ്മൾ റിച്ചു ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇത് സെർവ് ചെയ്യാൻ കൊടുക്കുന്നത് അവനക്കാണ്, ടേസ്റ്റ് നോക്കാൻ. പക്ഷേ സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അവനക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ അവനോട് അഭിപ്രായമൊക്കെ ചോദിക്കണേ, എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ സൂപ്പറായി എന്നൊക്കെ പറയുന്നുണ്ട്. മൂപ്പര് നന്നായിട്ട് കഴിച്ചിട്ടൊക്കെ ഉണ്ട് സംഭവം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.